എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് മൈക്രോസോഫ്റ്റ് എക്സലിലെ ബേസിക് ടു അഡ്വാൻസ് ലെവലാണ്. അപ്പോൾ എന്നോട് കുറേ കുട്ടികൾ ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഞാൻ ഇങ്ങനൊരു കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മിഡിലിൽ കൂടെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല, അപ്പം ആദ്യം മുതലൊരു ക്ലാസ്സാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് കുറേ ആൾക്കാരെന്നോട് ആവശ്യപ്പെട്ടു. അപ്പം ഇത് നേരത്തെ പഠിച്ച ആൾക്കാർക്കൊക്കെ ഇത് വളരെ പ്രയോജനപ്പെടും. പിന്നെ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പോയി പഠിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ ഉണ്ടാവും. പിന്നെ എല്ലാം ഉപകാരപ്രദമായിരിക്കും. ഇനി ഞാൻ എടുക്കുന്ന പാർട്ട് നമ്പർ 1 ആണ്. ഉള്ളി ഇൻട്രൊഡക്ഷനാണ് ഇനി ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പാർട്ട് 2, 3 വെച്ച് നമ്മൾ ഓരോ ലെവലായിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രമോഷന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന നല്ലൊരു ജോലിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൈക്രോസോഫ്റ്റ് എക്സൽ പോലുള്ള ഈ ഡേറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ്റെ ഒരു അഡീഷണൽ നോളജ്, സ്കില്ല് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. എക്സലുമായി ബന്ധപ്പെട്ട എൻ്റെ ഗൾഫിൽ എൻ്റെ 25 വർഷത്തെ എക്സ്പീരിയൻസ്, ടീച്ചിങ് എക്സ്പീരിയൻസ്, 8 വർഷത്തോളം അക്കൗണ്ട്സിൽ ഞാൻ ജോലി ചെയ്ത എക്സ്പീരിയൻസ്, ഇവയിൽ നിന്നൊക്കെ കിട്ടിയ ഒരു നോളജാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ പെർഫോം ചെയ്യണമെങ്കിൽ ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. എന്തൊക്കെയാണ്? വാട്ട് ഈസ് എക്സൽ, വാട്ട് ഈസ് യൂസ് ഓഫ് എക്സൽ, വെയർ വി ആർ യൂസിങ് എക്സൽ, വാട്ട് ആർ ദ ഫങ്ഷൻ ഓഫ് എക്സൽ എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് നെറ്റിൽ കൂടെ ഒക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ബുക്സൊക്കെ വായിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വേണം നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ നമ്മൾ പോകാൻ. അപ്പോൾ ഞാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ ഇപ്പം ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പം നമുക്ക് നോക്കാം അതെന്താണെന്ന് നോക്കാം. എക്സൽ നമ്മൾ പ്രാക്ടിക്കലും തിയറി അറിഞ്ഞിരിക്കണം. ഒരു PSC ടെസ്റ്റ്, എക്സാം അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ തിയറിക്ക് വളരെ പ്രാധാന്യമുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു നോളജിനെയാണ് നമ്മൾ തിയറി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ടേ, വാട്ട് ഈസ് എക്സൽ എന്ന് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, എക്സൽ ഈസ് എ കോമൺലി യൂസ്ഡ് മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻ. ഇറ്റ്സ് എ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം യൂസ് ടു സ്റ്റോർ ആൻഡ് അനലൈസ് ന്യൂമറിക്കൽ ഡേറ്റ ആൻഡ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 16,384 കോളംസ് ആൻഡ് മോർ ദാൻ 10 lakhs റോസ് എന്ന് പറയാം. അടുത്ത പറയാം, എക്സൽ പെർഫോം കാൽക്കുലേഷൻ, ഫോർമുലാസ്, ഫങ്ഷൻസ്, ഡേറ്റ അനലൈസ് ആൻഡ് വിഷ്വലൈസിങ് ഡേറ്റ, ഗ്രാഫ്, ചാർട്ട്, എക്സെട്ര. അടുത്ത ചോദിക്കുന്നു, യൂസ് ഓഫ് MS എക്സൽ ആൻഡ് കോമൺ ഫംഗ്ഷൻ. എന്തെല്ലാം ആണ് കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്? അപ്പോൾ ആദ്യം പറഞ്ഞ കാൽക്കുലേഷൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സൽ. കാൽക്കുലേഷൻ, ലോജിക്കൽ ഫംഗ്ഷൻ ആൻഡ് ടെസ്റ്റ് വാല്യൂ ആൻഡ് ലുക്കപ്പ്, ഇത്രയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ കാൽക്കുലേഷൻ ആൻഡ് മാത്തമാറ്റിക്കലായിട്ടുള്ള കാൽക്കുലേഷൻ എന്തൊക്കെ വരും? സമ്മ്, ആവറേജ്, മാക്സിമം, മിനിമം, കൗണ്ട്. അടുത്ത് പറയുന്നത് ലോജിക്ക്. കണ്ടില്ലേ, കാൽക്കുലേഷൻ കഴിഞ്ഞു ലോജിക് ഫംഗ്ഷൻ എന്തൊക്കെ വരും? ലോജിക് എന്ന് പറഞ്ഞാൽ ഇഫ്, ആൻഡ്, ഓർ, ഇതാണ് ലോജിക് ഫംഗ്ഷൻ. അടുത്ത് പറയും ടെക്സ്റ്റ് വാല്യൂ. ടെക്സ്റ്റ് ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ലെഫ്റ്റ്, റൈറ്റ്, മിഡ്, ലെൻ ഒക്കെയാണ് നമ്മൾ ടെക്സ്റ്റ് ഫംഗ്ഷൻ. അടുത്ത ലുക്കപ്പ് ഫംഗ്ഷൻ. ലുക്കപ്പ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ് എക്സലിൽ. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ്? വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ്, ഇൻഡെക്സ് ഫംഗ്ഷൻ, മാച്ച് ഫംഗ്ഷൻ, ഇതാണ് ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത പറയുന്നു ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷന്. അതിലെന്തൊക്കെ വരും? ഡേറ്റ്, ടൈം, ടുഡേ, നൗ, ഡേറ്റ് എടുക്കുക. ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഫംഗ്ഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇങ്ങനെ നിരവധി ഫംഗ്ഷൻ ഇതിനകത്ത് എക്സലിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പഠിക്കാം. ഇപ്പൊ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഫംഗ്ഷനാണ് ഇതൊക്കെ. ഇനി നമുക്ക് അടുത്ത എന്താണ് ചോദിക്കാൻ ചാൻസ് വരും? വെർഷൻ ഓഫ് എക്സൽ. നമുക്ക് ഏതൊക്കെ വെർഷനാണ് എക്സലിലുള്ളതെന്ന് ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് അതെന്ത് പറയാം? ആദ്യം പറയണം എക്സൽ 2007, പിന്നെ പറയാം 2010, പിന്നെ 2019 ഉണ്ട്, 21 ഉണ്ട്, 24 ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ, മൈക്രോസോഫ്റ്റ് 365, പിന്നെ ഗൂഗിൾ ഷീറ്റ്. ഇത് രണ്ടും ക്ലൗഡ് ബേസ് ആയിട്ടുള്ള അതാണ്. ഇതൊക്കെ MS ഓഫീസിന്റെ ആണ്. ഇപ്പൊ എക്സൽ 2000. ഇപ്പൊ ഇതിന്റെ ഇടയിലെല്ലാം കുറേ വെർഷൻ ഉണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എത്രയെങ്കിലും പറഞ്ഞിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു എക്സലിന്റെ ചെറിയൊരു ഔട്ട്ലൈൻ ആയിട്ട് ഞാൻ തന്നിരിക്കുന്നത്. തിയറിയുടെ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആണിത്. ഇനി നമുക്ക് എക്സലിൽ പോയിട്ട് നമുക്ക് അവിടെ ഒന്ന് നോക്കാം. എക്സൽ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സൽ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ സെർച്ച് ബാറിൽ എക്സൽ തനിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാനിവിടെ എക്സൽ എന്ന് പറഞ്ഞ ടാസ്ക് ബാറിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എക്സൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എക്സൽ വന്നു. എക്സൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഇതിനാണ് ഇത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. ഇതൊക്കെ ടെംപ്ലേറ്റ് ആണ്.
ഇപ്പം എത്ര കാലത്തേക്ക് ബ്ലാങ്ക് ആണ് വേണ്ടത്. ഞാനിവിടെ ബ്ലാങ്ക് എടുത്തു. ബ്ലാങ്ക് എടുത്തിട്ട് ഇതാണ് നമ്മുടെ എക്സലിൻ്റെ സ്ക്രീൻ. ഇതാണ് ഞാൻ കുറച്ചുകൂടി വലുതാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സലിൻ്റെ സ്ക്രീന്. ഈ ABCD എന്ന് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, ഇതിനെ നമ്മൾ കോളംസ് എന്ന് പറയും. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പറയുന്നില്ല. ഇതിനെ ടാബ് എന്ന് പറയും, ഇതിനെ റിബൺ എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം എക്സലിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ABCD എന്ന് എഴുതിയേക്കുന്നത് ഈ വെർട്ടിക്കലായിട്ടുള്ളതിനെ കോളംസ് എന്നും ഇതിനെ നമുക്ക് റോസ് എന്നും പറയാം, അല്ലേ? ഈ ഹൊറിസോണ്ടലായിട്ടുള്ള ലൈനിനെ ഇതിനെ ഈ 1 2 3 മെൻഷൻ ചെയ്യുന്നതിനെ റോസ് എന്നും ABCD എന്ന് എഴുതിയിരിക്കുന്നതിനെ നമുക്ക് എന്ത് പറയും, വെർട്ടിക്കലായിട്ട് കാണുന്നതിനെ കോളംസ് എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ലേ ഒരു ബോക്സ് കണ്ടില്ലേ, ഇതിനാണ് സെൽ എന്ന് പറയുന്നത്. സെൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്റർസെക്ഷൻ ഓഫ് കോളം ആൻഡ് റോ. ഈ കോളത്തിനെ ഈ റോയും കൂടെ ഈ ഉള്ള ഒരു ഇന്റർസെക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു സെല്ലെന്ന് പറയും. അപ്പൊ ഇതൊരു സെല്ല്. ഈ സെല്ലിന് ഒരു പേരുണ്ട്, ബി കോളോ തേർഡ് റോ. അപ്പൊ ഈ സെല്ലിന്റെ പേരെന്താണ്, B3. ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് നെയിം ബോക്സിൽ B3. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ സെൽ നമ്പർ എന്താണ്, ഡി കോളോ ഫോർത്ത് റോ. അപ്പൊ ഈ സെല്ലിന്റെ പേരെന്താണ്, D4. നമുക്കൊന്നുകൂടെ നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പൊ എന്താണ്, ബി കോളോ സെക്കൻഡ് റോയുമാണ്. അപ്പൊ ഈ സെല്ലിന്റെ പേരെന്താണ്, ഇവിടെ കാണിക്കുന്നുണ്ട് നെയിം ബോക്സിൽ B2. ഇത്ര മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഞാൻ ടൈപ്പ് അടിക്കുകയാണേ. ഇപ്പൊ 500 നടിച്ചു, പിന്നെ ഞാൻ 400 നടിച്ചു, പിന്നെ 450 നടിച്ചു, പിന്നെ 350 നടിച്ചു, പിന്നെ ഞാൻ 400 അടിച്ചു. പിന്നെ കുറേ മാർക്സ് ഞാൻ അടിച്ചു. ഇതിന്റെ ടോട്ടൽ എനിക്കിവിടെ കാണും. ഇവിടെ എനിക്ക് ടോട്ടൽ, ഇവിടെയാണ് എനിക്ക് ആൻസർ കിട്ടേണ്ടത്. അപ്പം ഞാൻ അവിടെ കൊണ്ട് ഈ സെല്ല് ഇവിടെ കൊണ്ട് വെച്ചിട്ട് എന്ത് ചെയ്തു, സെല്ല് ഇവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഈക്വൽ സൈൻ ഇടുക. ഏത് ഒരു ഇക്വേഷൻ നമുക്ക് ഇതിന്റെ ടോട്ടൽ എടുക്കണം. ഇതിപ്പോൾ 5 ഉള്ളൂ, കുറേ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിന്റെ ടോട്ടൽ എടുക്കണമെങ്കിൽ നമ്മൾ ആൻസർ വരേണ്ടടുത്ത് കൊണ്ട് വെച്ചിട്ട് ഒരു ഈക്വൽ സൈൻ കൊടുത്തിട്ട് സമ്മ നടിക്കുക. സം വെച്ചാൽ കൂട്ടുക എന്നുള്ള അർത്ഥമാണ്. കുറേ ഫംഗ്ഷൻ ഉണ്ട് സമ്മിന്റെ, നമുക്കിപ്പോൾ തൽക്കാലം ഇത് മാത്രം എടുക്കുക. സമ്മ് ഞാൻ ഇവിടെ നിന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പൊ ചോദിക്കുന്നത് ഇതിന്റെ സിൻടാക്സ് ഇവിടെ വരും. ഇതിന്റെ താഴെ ബിഗിൻ റേഞ്ചും എൻഡ് റേഞ്ചും അടിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ ബിഗിൻ എവിടാണ്, 500. എൻഡ് എവിടാണ്, 400. പക്ഷെ നമ്മൾ 500 400 ഒന്നും അടിക്കരുത്, സെൽ നമ്പറാണ് അവർക്ക് വേണ്ടത്. അപ്പൊ എന്താണ്, A1. ഈ 500 എന്നുള്ളതിന്റെ സെൽ നമ്പർ എത്രയാണ്, A1. എന്നിട്ട് ഒരു ഫുൾ കോളൻ അടിക്കുക. എന്നിട്ട് അടുത്തത് A5, അല്ലേ? ഈ 400 എന്നുള്ളത് ഏതാണ്, A ഇട്ടിട്ട് 5, A1 ഡോട്ട് A5 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ ഒരു ഇക്വേഷൻ ഇവിടെ വരും. കണ്ടോ, ഫോർമുല ബാറിൽ നമ്മളിവിടെ ടൈപ്പ് അടിച്ചത് ഫോർമുല ബാറിൽ വരുന്നുണ്ട്. ഈക്വൽ സൈൻ സം A1 ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു ഫുൾ കോളൻ, ചിലപ്പോൾ ഡോട്ട് എടുക്കും, ചിലപ്പോൾ ഫുൾ കോളൻ എടുക്കുന്നത്. എന്നിട്ട് A5 എടുത്തിട്ട് ഒരു എൻ്റർ അടിക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ ടോട്ടൽ. അല്ലെ നമുക്ക് ഇതല്ലാതെ തന്നെ എളുപ്പവഴി കുറേ ഉണ്ട് ടോട്ടൽ എടുക്കുന്നതിന്. അപ്പം ഞാനിത് ഡിലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇവിടെ ഒരു ഓട്ടോസം കണ്ടില്ലേ, ഇവിടെ ഓട്ടോസം സ്റ്റിഗ്മ പോലെ. അപ്പോൾ ഓട്ടോസം എടുക്കുക, ആൻസർ വേണ്ടടുത്ത് കൊണ്ടുവച്ചിട്ട് ഓട്ടോസം എടുത്തിട്ട് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇക്വേഷൻ തന്നെ വന്നിട്ടുണ്ട്. A1 ഡോട്ട് A1 എൻ്റർ അടിക്കുക. അല്ലെ പിന്നെ നമുക്ക് വേറൊരെണ്ണം ഓൾട്ടി പ്രസ് ചെയ്തിട്ട് ഈക്വൽ സൈൻ വെച്ച് കഴിഞ്ഞാലും വേണ്ട, നമുക്ക് അതേ ഇക്വേഷൻ തന്നെ നമുക്ക് വരും, എൻ്റർ അടിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ടോട്ടൽ. ഇനി എന്ത് ചെയ്യണം, നമുക്ക് എപ്പോഴെങ്കിലും ഈ 500 ഈ 400 മാത്രം ഒന്ന് കൂട്ടിയാൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എവിടാണോ ആൻസർ വേണ്ട അവിടെ കൊണ്ടുവച്ചിട്ട് ഒരു ഈക്വൽ സൈൻ കൊടുക്കുക. ഈ 500 എന്നുള്ളതിന് 500 അടിക്കരുത്, A1. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കോപ്പി ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ 500 A1 ഒരു പ്ലസ് ഇടുക, എന്നിട്ട് 400 കണ്ടോ, A1 പ്ലസ് A5 എൻ്റർ അടിച്ചു. അപ്പം ഇതും കൂടാണ് ഇപ്പൊ കൂട്ടിയേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഈസ് ഈക്വൽ ടു ഈ 500 A1 മൈനസ് എന്താണ് A5. മനസ്സിലായല്ലോ. അപ്പൊ ഏതെങ്കിലും സമയത്ത് നമുക്ക് മൈനസ് ഒക്കെ കാണണമെങ്കിൽ ഇതുപോലെ ചെയ്യണം. എല്ലാ സെൽ നമ്പർ മാത്രമേ അടിച്ചു കൊടുക്കാവുള്ളൂ. എൻ്റർ അടിച്ചു. പിന്നെ നമ്മൾ പറയാ ഈസ് ഈക്വൽ ടു 500 ഇൻറ്റു വെച്ച് സ്റ്റാർ അടിക്കാം, എന്നിട്ട് 400. അപ്പോൾ ഇൻറ്റു കണ്ടു. പിന്നെ നമ്മൾ ഈസ് ഈക്വൽ ടു എന്താണ് 500 എടുത്തു,
ഈ 500 ഡിവൈഡഡ് ബൈ എടുത്തിട്ട് ഈ 400 എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മൾ എന്ത് കണ്ടു? സമ്മ് കണ്ടു. ഇത് രണ്ട് വാല്യൂ തമ്മിൽ കൂട്ടിയത്, ഇത് രണ്ട് വാല്യൂ തമ്മിൽ കുറച്ചത്, ഇതാണെങ്കിൽ ഇൻറ്റു ഇട്ടു, ഇതാണെങ്കിൽ എന്ത് ചെയ്തു? ഡിവൈഡ് ബൈ ഇട്ടു. ഇങ്ങനെ നമുക്ക് കാൽക്കുലേഷനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത എടുക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അവിടെ സബ്സ്ക്രൈബിൻ്റെ ഉള്ളിൽ ഓൾ എന്നൊരു ബട്ടൺ ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ നമുക്ക് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.